ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന ഐറ്റം ഉണ്ടല്ലോ, ഇത് നമ്മളെ സോയിലോഡ് വാൾവാണ് കേട്ടോ. നമ്മൾ ഗാർഡനിൽ സ്പ്രിംഗ്ലർ കൊടുക്കുമ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതൊരു മാഗ്നറ്റിക് ആണ്. അപ്പോൾ നമ്മൾ ഇത് മുഖാന്തരം സോയിലോഡ് വാൾവ് അവിടെ ഉണ്ട്, ജസ്റ്റ് കാണിച്ചു തരാം. അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തൊരു ബ്രാസിൻ്റെ ടൈപ്പിലാണ് ചെയ്തത്. അതിനേക്കാളും നല്ല കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇത് 100 പറഞ്ഞ കമ്പനിയുടെ ആണ് കേട്ടോ. അപ്പോൾ ഇത് മെയ്ഡ് ഇൻ ജർമ്മനിയാണ് സംഭവം വരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ഐറ്റംസ് നമ്മൾ പണ്ട് തൊട്ടേ ഫിറ്റ് ചെയ്യുന്നതാണ്. ഇതുവരെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. സോ ഏകദേശം 10-30 നമുക്ക് ഇതേപോലെ സ്പ്രിംഗ്ലർ വരുന്നുണ്ട്. ഇത് ഫുൾ റൗണ്ടാണ്, പോപ്പപ്പാണ് വരുന്നത് കേട്ടോ, സ്പ്രിംഗ്ലർ അല്ല. ഇതിൻ്റെ മറ്റേ സ്പ്രിംഗ്ലറിൻ്റെ ഓരോ അടിക്കണക്കാണ് വരുന്നത്, ഓരോന്ന് മാറ്റാനുള്ള. ഇത് മറ്റേതിൻ്റെ പോപ്പപ്പിൻ്റെ ഹൈറ്റ്, ഇത് എത്ര ദൂരത്തേക്ക് കൊണ്ടുപോകാനുള്ള ഓരോ സംഭവങ്ങളാണ് കേട്ടോ. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് കാണിക്കാം. കുറേ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇത് ഇത്രയും കൂടി ഫിറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ സോയിലോഡ് വാൾവ് കേട്ടോ. ഈ സംഭവം ഇത് നമ്മൾ ടാപ്പ് അടിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ചെറിയ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ സ്ക്രാച്ച് ആവും. അപ്പോൾ നമ്മൾ ടാപ്പ് അടിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യും. ഇത് സെറ്റ് ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് 1.5 ഇഞ്ചിൻ്റെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 3 ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. അത് 3 ഏരിയയിലേക്ക് വെച്ചിട്ടാണ് ഇതിൻ്റെ സെറ്റിങ് ചെയ്തത്. നമ്മൾ വേറെ സൈഡിൽ പാനൽ ബോർഡിൽ നമ്മൾ ടൈമർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഇതിൻ്റെ കൂടെ തന്നെ പാനൽ ബോർഡ് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അത് വന്നിട്ടില്ല. അതെന്ന് വെച്ചാൽ അതാകുമ്പോൾ ഫുള്ളി നമുക്ക് ഒരു 3 സെക്ഷനായിട്ടാണ് വരിക കേട്ടോ. മറ്റേത് നമ്മൾ 3 ടൈമറൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഏകദേശം സെറ്റിങ് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിലാണ് ഈ സാധനം ഇറങ്ങി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടുത്തേക്ക് ഏതൊക്കെ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് വീഡിയോസ് വരാൻ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഫിറ്റിംഗ് ആണ്. നേരത്തെ ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മളെ പുതിയ ടൈപ്പ് മൂൺ ലൈറ്റ് അല്ലേ. മൂൺ ലൈറ്റ് പറഞ്ഞാൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ ചന്ദ്രനെ കാണുന്ന പോലെ നമുക്കിത് കാണാൻ പറ്റും കേട്ടോ. വീഡിയോ എന്തായാലും വരുന്നുണ്ട്. ഓക്കെ.